സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണം. പണിമുടക്കിൽ പൊതുജനം വലഞ്ഞു. അധിക KSRTC സർവീസുകൾ ഏർപ്പെടുത്തി സമരത്തെ നേരിട്ട് സർക്കാർ. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ ഈ മാസം 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കുക, ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ്സുകൾ ഇന്ന് പണിമുടക്കിയത്. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയതോടെ ദീർഘദൂര യാത്രക്കാരും ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നവരും വലഞ്ഞു. കുറച്ച് കാശ് മരുന്ന് മേടിക്കാൻ തരാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ നോക്കായിരുന്നു. ബസ്സില്ലാത്തപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. അപ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരെ എൻ്റെ മരണം വരെ കാണേണ്ടി വരും. നെറ്റിലായി പണി കഴിഞ്ഞ് പോകും. പുറക്ക് പോകാൻ നോക്കാൻ ബസ്സില്ല. പണിമുടക്ക് നേരിടാൻ KSRTC ഏർപ്പെടുത്തിയ അധിക സർവീസുകളും യാത്രക്കാർക്ക് ആശ്വാസമായി. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബസ് ഉടമകൾ. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഇപ്പോൾ 1 രൂപയാണ് മിനിമം ചാർജ്, അത് 5 രൂപയാക്കണമെന്നും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ജീവനക്കാർക്കും ഉടമകൾക്കും വേണമെന്നുള്ളൊരു നിയമം വന്നിരിക്കുകയാണ്. എന്നാൽ മാത്രമേ RTO ഓഫീസിൽ നിന്ന് സേവനങ്ങൾ ബസ് ഉടമകൾക്ക് പെർമിറ്റ് പുതുക്കി കിട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ നടത്തി കിട്ടുള്ളൂ. എന്നാൽ സമരക്കാരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാനാകില്ലെന്നാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട്. ക്രിമിനൽ കുറ്റങ്ങളിലും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുകയും കൊലക്കേസിൽ പ്രതിയാവുകയും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കടത്തലും ഉപയോഗിക്കലും ഒക്കെയുള്ള കേസുകളിൽപ്പെട്ട ആളുകളെ ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് ക്ലീനറായിട്ട് വെക്കണം എന്ന് അവരാവശ്യപ്പെടുന്നുണ്ട്. അത് അംഗീകരിക്കാൻ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടാണ്, ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.